ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് തെക്കൻ കേരളത്തുകാരുടെ സ്പെഷ്യൽ വിഭവമായ അരി ഒറട്ടി. വെൽക്കം ടു ദ വീഡിയോ. അരി ഒറട്ടി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ചുവട് കട്ടിയുള്ള ഒരു പാത്രം അടുപ്പത്ത് വയ്ക്കാം. പാത്രത്തിലേക്ക് 4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി വെള്ളം ഒന്ന് ചൂടാക്കിയെടുക്കാം. വെള്ളം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 കപ്പ് തേങ്ങ ചിരണ്ടിയത് ഇട്ട് കൊടുക്കാം. തേങ്ങയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി വെള്ളം നന്നായിട്ടൊന്ന് തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. വെള്ളം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി തീ മീഡിയം ഫ്ലെയിമിലാക്കി വയ്ക്കുക. ഇതിലേക്ക് 2 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പം, ഇടിയപ്പം, പത്തിരി എന്നിവയ്ക്കുള്ള ഫൈനായിട്ട് പൊടിച്ചിട്ടുള്ള അരിപ്പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അരിപ്പൊടി ചേർത്ത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അരിപ്പൊടി കുറച്ചായി ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക. മാവ് ഇപ്പോൾ നന്നായിട്ട് ചൂടായിരിക്കുകയാണ്. ചെറുതായി ഒന്ന് തണുത്തതിന് ശേഷം കൈകൊണ്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. മാവ് തണുത്ത് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ചെറു ചൂടോടുകൂടി ഇത് നമുക്ക് കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കാം. മാവ് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ ഉറട്ടി നല്ല സോഫ്റ്റായി കിട്ടും. മാവ് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു ഉറട്ടി പലകയിൽ വെച്ച് തട്ടിയെടുക്കുകയോ ചപ്പാത്തി പ്രസ്സിൽ വെച്ച് പ്രസ് ചെയ്തെടുക്കുകയോ ചെയ്യുക. കുഴച്ച് വെച്ച മാവ് ഇനി നമുക്ക് ഇതുപോലുള്ള ഒരു ഉറട്ടി പലകയിൽ വെച്ച് തട്ടിയെടുക്കാം. ഉറട്ടി പലക ഇല്ലാത്തവർ ചപ്പാത്തി പ്രസ്സിൻ്റെ 2 സൈഡിലും ഓയിൽ സ്പ്രെഡ് ചെയ്ത് പരത്തിയെടുക്കാം. ഉറട്ടി പലകയിൽ ഇതുപോലൊരു തുണി വിരിച്ചതിന് ശേഷം ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് ചെറിയ ഉരുളകളാക്കി എടുക്കാം. ഇതുപോലെ കൈകൊണ്ട് ചെറിയ ഉരുളകളാക്കി എടുക്കുക. ഇതുപോലെ ചെറിയൊരു ഷേപ്പ് ആക്കിയതിന് ശേഷം ഓയിൽ സ്പ്രെഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉറട്ടിപ്പലകയിലേക്ക് മാവ് വെച്ച് തട്ടിയെടുക്കാം. ഇതുപോലെ വളരെ ഭംഗിയായിട്ട് നമുക്ക് തട്ടിയെടുക്കാം. ഉറട്ടി ചുട്ടെടുക്കുന്നതിന് വേണ്ടി ഒരു നോൺ സ്റ്റിക്ക് പാന് അടുപ്പത്ത് വെച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ തട്ടി വെച്ചിരിക്കുന്ന ഉറട്ടി പാനിലേക്ക് വെച്ച് കൊടുക്കാം. ഉറട്ടി ഒരു സൈഡ് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മറിച്ചിട്ട് മറുവശം വേവിച്ചെടുക്കാം. ഉറട്ടി മറു സൈഡും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഉറട്ടിപ്പലക ഇല്ലാത്തവർ ചപ്പാത്തി പ്രസ്സിൽ ഇതുപോലെ മാവ് വെച്ച് പരത്തിയെടുക്കാം. ചപ്പാത്തി പ്രസ്സിൻ്റെ 2 സൈഡിലും ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മാവ് വെച്ച് ഇതുപോലെ പരത്തിയെടുക്കാവുന്നതാണ്. ബാക്കിയുള്ള മാവും ഉറട്ടിപ്പലകയിൽ തട്ടി ഇതുപോലെ ഫ്രൈയിങ് പാനിൽ വെച്ച് നമുക്ക് ചുട്ടെടുക്കാവുന്നതാണ്. വളരെ സ്വാദിഷ്ടമായ അരി ഒറട്ടി ഇവിടെ തയ്യാറായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായും ഡിന്നറായും ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. Thanks for watching.